Good morning, all. Good morning. Morning, sir. Good morning, sir. Good morning, sir. Sir. 2 മിനിറ്റ് പ്രാർത്ഥിച്ചു. ന്യൂ ഇയർ ഒക്കെ അല്ലേ, നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. ഇത്തവണ SLCക്ക് വാരിക്കൂരി പിള്ളേർക്ക് A+ കൊടുക്കല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കേട്ടോ. എൽദോസ് ജി പെട്ടെന്ന് അവിടെ. എൽദോസ് പെട്ടെന്ന് അവിടെ. 1 by f is equal to 1 by v minus 1 by u. ബിലാലെ Is equal to 1 by v minus 1 by u. ബിലാലെ കേട്ട് Sir. ബിലാലെ ലെൻസ് കോൺകേവ് ലെൻസിന് എന്ത് ഇമേജാ കോൺകേവ് ലെൻസ് ഫോം ചെയ്യാ? വിർച്വൽ ഇമേജ് ആണോ ഡിമിനിഷ് അല്ല സോറി വിർച്വൽ ഇമേജ് ആണോ റിയൽ ഇമേജ് ആണോ അതോ രണ്ടും ഫോം ചെയ്യോ കോൺകേവ് ലെൻസ്? Diminished virtual image. അല്ല ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ് ആയിരിക്കും. കോൺകേവ് ലെൻസ് എപ്പോഴും ഡിമിനിഷ്ഡ് ആണ്. കോൺകേവ് ലെൻസ് എപ്പോഴും ഫോം ചെയ്യാം. ഓക്കെ വരൂ. റുഫൈദ കോൺവെക്സ് ലെൻസ് എങ്ങനെയാ? റിയൽ ഇമേജ് ആണോ ഫോം ചെയ്യുക, വിർച്വൽ ഇമേജ് ആണോ ഫോം ചെയ്യുക, അതോ രണ്ടും ഫോം ചെയ്യോ? റിയൽ ഇമേജ് മാത്രമാണ് ഫോം ചെയ്യുള്ളൂ, വിർച്വൽ ഫോം ചെയ്യില്ല അല്ലേ? അപ്പൊ പിന്നെ റിയൽ ഇമേജ് എന്ന് പറഞ്ഞ രണ്ടും ഫോം ചെയ്യും. ഓക്കെ, എപ്പോഴാ ഈ വിർച്വൽ ഇമേജ് എപ്പോഴാ ഫോം ചെയ്യുന്നത്? കോൺകേവ് ലെൻസ് കോൺവെക്സ് ലെൻസ് എഫ് ആൻഡോ എന്ന് പറഞ്ഞാൽ എഫിലും ഓയിലും ഒരേ സമയം വെക്കണം. ബിറ്റ്വീൻ എഫ് ആൻഡോ. അച്ചു ഇത് പറഞ്ഞേ സൈൻ കൺവെൻഷൻ കാർട്ടീഷ്യൻ. We consider light traveling from left to right. Optic center in the right positive, optic center to left negative, optic center in the up positive, optic center in the down negative. ഓക്കെ മതി. മോസിൻ മുസ്തഫ, ഈ റിയൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ലെൻസിന്റെ കേസിൽ പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? റിയൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് പോസിറ്റീവ്. അമാനിലാഹി, വിർച്വൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് പോസിറ്റീവ് ആയിരിക്കോ നെഗറ്റീവ് ആയിരിക്കോ? നെഗറ്റീവ്. ഷെറിൻ റെക്കോർഡ് ക്ലാസ് കേട്ടോ? ഓക്കെ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ?
ഹൈറ്റ് ഓഫ് ദി ഇമേജ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വരിക? രണ്ടും വരാം അല്ലെ, പോസിറ്റീവും നെഗറ്റീവും വരാം. ഷുഹൈബേ, എപ്പോഴാ ഷുഹൈബേ പോസിറ്റീവ് വരിക? വിർച്വൽ ഇമേജ് ആണെങ്കിൽ. എപ്പോഴാ നെഗറ്റീവ് വരിക മാൻഷ? റിയൽ ഇമേജ് വരുമ്പോ നെഗറ്റീവ് വരും. അപ്പൊ മുഹമ്മദ് ഇഷാൻ, എന്താണ് ഫോക്കസ്? ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? Ray parallel to the principal axis after refraction will converge at a point. ഓക്കെ, അപ്പൊ എന്താ എലിസബത്ത് ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞ? എലിസബത്ത്, കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എന്താ? എന്താ എലിസബത്തിന് കേൾക്കുന്നില്ല പറയുന്നത്? എലിസബത്ത് വിചാരിക്കുന്നത് ഇയാൾ എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കുന്നത്. എലിസബത്ത്, രക്ഷയില്ല. ശ്രേയ മേരി, എന്താ ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് പറഞ്ഞ? Ray of light passing through the principal axis after refraction will appear to ഡൈവേർജ് diverge from a point called focus. ഓക്കെ, എലിസബത്ത് നെറ്റ് ഇഷ്യൂ ഉണ്ടോ? ഞാൻ എലിസബത്തിനെ വിളിച്ചിട്ട് മണിക്കൂറുകളായി. കുഴപ്പമില്ല. ഓഡിയോ ഓഫ് ചെയ്തു. മുഹമ്മദ് ഫാസിൽ, എന്താ ഫാസിൽ ചോദിക്കുക? കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കോൺകേവ് ലെൻസ് ആൻഡ് കോൺവെക്സ് ലെൻസ്? കോൺകേവ് എഡ്ജ് തിക്കും മറ്റേ സെന്റർ തിന്നുമായിരിക്കും. ആണോ? ഉറപ്പാണോ? ആ, അടുത്ത കോൺവെക്സ് പറഞ്ഞു. എഡ്ജ് തിന്നും സെന്റർ തിക്കുമായിരിക്കും. നമ്മൾ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നമ്മൾ പ്രോബ്ലം എന്താ ക്വസ്റ്റ്യൻ എഴുതി നിർത്തിയിട്ട് വെക്കുവാണോ അതോ ക്വസ്റ്റ്യൻ എഴുതി നിർത്തി ആൻസർ കഴിഞ്ഞേക്കുവാന്ന് തോന്നുന്നു അല്ലെ? ആൻസർ കഴിഞ്ഞേക്കും അല്ലേ? ഓക്കെ, ഞാൻ ബോർഡ് ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രോബ്ലം ചെയ്തോളൂ. ഏത് ക്വസ്റ്റിനാ ചെയ്യുന്ന? ലാസ്റ്റ് ചെയ്ത ഏത് ക്വസ്റ്റിനാ എന്ന് പറയാം. അതിന്റെ ഒരു ഫസ്റ്റ് 2 സെന്റൻസ് വായിച്ചാൽ മതി. A convex lens produced an inverted image. ഓക്കെ, കിട്ടി. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. When an object of height 3 centimeter, when an object of height 3 centimeter is placed at a distance of 30 centimeter, placed at a distance of 30 centimeter from a lens, ഒരു ലെൻസിൽ നിന്നും 30 സെന്റിമീറ്റർ മാറിയിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. A real image is formed. A real image is formed at a distance of 60 centimeter. At a distance of 60 centimeter. At a distance of 60 centimeter. Find out the height of the image. Find out height of the image. Find out height of the image. ഓക്കെ, ആദ്യം തന്നിരിക്കുന്നത് ഏത് ലെൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യുക. പക്ഷെ അവര് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല ഇത് ഏത് ലെൻസ് ആണെന്ന്. അവർ ഇത്തവണ നമ്മളെ പറ്റിച്ചു. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഏത് ലെൻസ് ആണ് അവർ പറഞ്ഞിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഏത് ലെൻസ് ആണ് ഐഡന്റിഫൈ ചെയ്തവരൊന്ന് കൈവക്കിക്കേ.
ഇത് ഏത് ലെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് എത്ര പേരുണ്ട്? ഓക്കെ, എലിസബത്തിനെ കിട്ടിയില്ല. ആ ഓക്കെ, കൈതാധിക. എന്താണ് ഷെഹന് കിട്ടിയിട്ടില്ല? ഏത് ലെൻസാണ് കിട്ടിയിട്ടില്ല? ഷെഹൻ ഒന്ന് ഓഡിയോ ഓൺ ചെയ്തേ, നമുക്ക് കിട്ടിക്കാം കേട്ടോ. ഒന്ന് ഓഡിയോ ഓൺ ചെയ്തേ. ആ ഒന്ന് നോക്കിയേ ഷെഹനെ, ആ ക്വസ്റ്റിൽ എവിടെയെങ്കിലും ഇമേജിന്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടോ? റിയൽ ഇമേജ് ഫോം ചെയ്യുന്ന ലെൻസ് ഏതാ? കോൺവെക്സ്. ആ കോൺവെക്സ്. അപ്പൊ അവിടെ എഴുതി വെച്ചോ കേട്ടോ, അവിടെ എഴുതി വെച്ചോ, അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും മനസ്സിലാവേണ്ടി വരും. എക്സാമിന് കാണുമ്പോഴും മനസ്സിലാവില്ല. ഈ റിയൽ ഇമേജ് ഫോം ചെയ്യുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ്. കോൺവെക്സ് ലെൻസ് ആണ് റിയൽ ഇമേജ് ഫോം ചെയ്യുള്ളൂ. ഓക്കെ, കോൺകേവ് ഫോം ചെയ്യില്ല. അപ്പൊ നമുക്ക് ലെൻസ് കിട്ടി, ഇത് കോൺവെക്സ് ലെൻസ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇതാ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണെന്ന് കിട്ടി. ഇനി ഒബ്ജക്റ്റ് എത്രയാണ് ഹൈറ്റ്? മുഹമ്മദ് ബിൻഷാദ്, ഹൈറ്റ് എത്രയാണ് ഒബ്ജക്റ്റിന്റെ? -3 cm. ഒബ്ജക്റ്റിന്റെ ഹൈറ്റോ തല തിരിഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ്? +3 cm. 3 സെന്റിമീറ്റർ. അതായത് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 3 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, പിന്നെന്താ ബിൻഷാദ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞോളൂ, പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസ്റ്റൻസ് 30 cm. ഏതിന്റെ? ഒബ്ജക്റ്റിന്റെ ആണോ ഇമേജിന്റെ ആണോ? ലെൻസിൽ നിന്ന് 30 cm. 30 സെന്റിമീറ്റർ മാറിയിട്ട് ഒബ്ജക്റ്റ് ഇരിക്കുന്നു. ഓക്കെ, ഞാൻ ഇവിടുന്ന് 30 സെന്റിമീറ്റർ വരച്ചു. പിന്നെ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് 60 cm. റിയൽ ഇമേജ് ആണ്. അപ്പൊ നമുക്കറിയാം അപ്പുറത്തെ സൈഡിലായിരിക്കും, തരതിരിഞ്ഞായിരിക്കും 60 സെന്റിമീറ്റർ. എത്ര പേർക്ക് ഇത് ചെയ്യാണ്ട് ഹൈറ്റ് പറയാൻ പറ്റും? ഈ പ്രോബ്ലം ചെയ്ത് നോക്കാണ്ട് ഹൈറ്റ് എത്ര പേർക്ക് പറയാൻ പറ്റും? ഒന്ന് കൈവെക്കോ, ഫേസിന് നേരെ പിടിക്കുക, എന്നാലേ കാണാൻ പറ്റൂ. 1 2 3 4 5 6 7 8 9 10 11 12 30 അടുത്തുണ്ട് അല്ലെ? 30 പേര് അല്ലെ? ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. 40 പേരുള്ളതിൽ 30 പേരൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പൊ കൈകൾ വീണ്ടും പൊങ്ങി തുടങ്ങി. ബിലാലിന് ഇപ്പോഴും കിട്ടിയിട്ടില്ല. കൈ തത്തിക്കോ. ബിലാലിന് സുഹൈലിനൊന്നും കിട്ടിയിട്ടില്ല. ബിലാൽ പറഞ്ഞുതരാം. ബിലാൽ ഇവിടെ ഓഡിയോ ഓൺ ചെയ്തേ. ബിലാൽ, ഇത് എത്ര സെന്റിമീറ്ററാ? 3 സെന്റിമീറ്റർ അല്ലേ? ഓക്കെ, ഈ ഡിസ്റ്റൻസ് 30 ആറുന്നത് ഇമേജിന്റെ ഡിസ്റ്റൻസ് ആയിപ്പോ എത്രയായിട്ട് മാറി? 60 ആയിട്ട്. അതായത് ഇത് എക്സ് ആണെങ്കിൽ ഇത് 2x ആയി അല്ലെ? ഡബിൾ ആയില്ലേ? അപ്പൊ ഇത് പറഞ്ഞ ഒബ്ജക്റ്റിന്റെ ഹൈറ്റും എന്ത് ചെയ്യും? പ്രപ്പോർഷണൽ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര വരും? ഡബിൾ ആവും. അപ്പൊ എത്ര വരും? 3യുടെ ഡബിൾ വരും, 6 സെന്റിമീറ്റർ വരും. ഓക്കെ, പക്ഷെ ഇങ്ങനെ മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ടീച്ചർ മാർക്ക് തരില്ല കേട്ടോ. നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതി കാര്യങ്ങൾ വ്യക്തമായിട്ട് അതിനകത്ത് കണ്ടുപിടിച്ച് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ എഴുതണ്ട. അല്ല, ഇത് നോട്ട് ചെയ്തോ, എങ്ങനെ നമുക്ക് ഉത്തരമൊക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ തന്നിരിക്കുന്ന ഇറക്കി എഴുതുക. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ഒബ്ജക്റ്റ് ഇരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 30 സെന്റിമീറ്റർ, -30 സെന്റിമീറ്റർ. അതുപോലെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് -60 ആണോ +60 ആണോ സുഹൈലെ? -60 ആണോ +60 ആണോ? ഒന്നുകൂടി പറയോ? ഇമേജിന്റെ ഡിസ്റ്റൻസ് -60 ആണോ +60 ആണോ? പ്ലസ്. എന്തുകൊണ്ടാണ് പ്ലസ് എന്ന് പറയാൻ കാരണം? റൈറ്റ് സൈഡിലാണ് ഇമേജ്, അതുകൊണ്ട് പ്ലസ്. അല്ലെങ്കിൽ റിയൽ ഇമേജ് ആയതുകൊണ്ട് പ്ലസ് പറഞ്ഞു. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഫൈൻഡ് ഔട്ട് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് അബ്ദുൽ അസീസെ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? M is equal to HI by H. ഓക്കെ, ഞാൻ ആ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. M equal to HI by HO. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാ? 3 centimeter. 3 സെന്റിമീറ്റർ. ഇനി മാഗ്നിഫിക്കേഷൻ പറഞ്ഞോ? -2. അത് എവിടെ നിന്ന് കിട്ടിയേ? അത് ചെയ്തില്ല, അത് പറയണ്ടേ? ഞാൻ ചെയ്തിട്ടില്ല അത്. ഓക്കെ, അപ്പൊ മാഗ്നിഫിക്കേഷൻ നമുക്കറിയാവോ? ഇല്ല, അറിയില്ല. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? M equal to
V by U. m equal to v by u വെച്ചിട്ട് കണ്ടുപിടിക്കണം. m equal to v by u. അപ്പൊ എന്ത് വരും? -2. പ്ലസ് 60 ബൈ -30 വരുമ്പോ -2 വരും. അപ്പൊ ഇവിടെ മാഗ്നിഫിക്കേഷൻ വാല്യൂ -2. അതിന് ഹൈറ്റ് ഓഫ് ദി ഇമേജ് പറഞ്ഞോ. അബ്ദുൽ അസീസ് പറഞ്ഞോ. സാർ തിരിച്ചിടണ്ട അങ്ങോട്ടേക്ക്. അപ്പൊ അങ്ങോട്ട് ഇൻഡു ആവും അല്ലെ? അത് സംശയമുള്ളവർ ചെയ്തു നോക്കോ. 5 എന്ന് പറഞ്ഞാൽ 10ന്റെ പകുതിയാണ്. ഇത് ഇതുപോലെ കിടക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. 5 എന്ന് പറഞ്ഞാൽ 10ന്റെ പകുതിയാണ്. ഇവിടെ നമുക്ക് 10 കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കി. 10 കണ്ടുപിടിക്കാൻ വേണ്ടി 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ HI കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എമ്മിനെ HO കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ -2 × 3 എത്ര വരും? -6 സെന്റിമീറ്റർ. കണ്ടോ? ഇത് തന്നെ കിട്ടും. ഇവിടെ കിട്ടിയ പോലെ തന്നെ കിട്ടും. ഓക്കെ, -6 സെന്റിമീറ്റർ. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് തന്നെ കിട്ടിയവർ എത്ര പേരുണ്ട്? ഫേസിനെ ആയിരുന്നു കൈപൊക്കി. ഇത് തന്നെ കിട്ടിയവര്? ഓക്കെ ഓക്കെ. എന്നാ അടുത്ത ക്വസ്റ്റിലേക്ക് ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ പറഞ്ഞോ. അഭിനെ പറഞ്ഞോ ചോദിച്ചു. സാർ, ഒരു ലെൻസിന്റെ കേസിൽ ഇത്ര നമ്പർ ഓഫ് റിയൽ ഇമേജ് ഫോം ചെയ്യണമെന്നുണ്ടോ? എങ്ങനെ? ഇത്ര കേസ് റിയൽ ഇമേജിന്റെ കേസിൽ വരുള്ളൂ? ഇത്ര അല്ല, അത് ഇൻഫിനിറ്റ് നമ്പർ. എത്രയോ ഇമേജുകൾ ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ മാറ്റി മാറ്റി വെക്കുന്ന അനുസരിച്ച് ഇമേജുകൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. അങ്ങനെ എണ്ണമൊന്നുമില്ല കേട്ടോ. നമ്മൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ പറയുന്ന പോലെ നമ്മൾ എണ്ണ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോ. ഇപ്പോ നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഇമേജ് അല്ല ചോദിച്ചത്, അത് കഴിഞ്ഞല്ലേ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണോ ക്വസ്റ്റ്യൻ? ഓക്കെ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. A real image is formed. A real image is formed. A real image is formed. A real image is formed 15 centimeter away from a convex lens of focal length 10 centimeter. Okay, ഒന്നാമത്തെ ചോദ്യം, what is the distance of the object from the lens? ഇനി അവിടെ aerial image ഓക്കെ, കുഴപ്പമില്ല. What is the distance of the object from the lens? What is the distance of the object from the lens? B question. If the object is 3 centimeter height, what is the height of the image? C question. What are the other characteristics of image? What are the other characteristics of image? 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ഹാൻഡ് റൈസ് ചെയ്യുക. ഓക്കെ, ഹലീം എന്തായി മറിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്? മുന്നോട്ട് പോട്ടെ, ബാക്കിലേക്ക് പോകണ്ട കേട്ടാ.
ആ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അനലൈസ് ചെയ്ത് ആദ്യം ഏത് ലെൻസാ നോക്കുക, ഒരു ഫിഗർ വരച്ച് വെച്ചേക്കുക. എന്നിട്ട് അതിനകത്ത് ഫോം ചെയ്യുന്ന ഇമേജ് റിയൽ ഇമേജ് ആണ്. ആ ഫോക്കസ് ഒക്കെ അടയാളപ്പെടുത്തി നിങ്ങൾക്ക് തന്നെ ഏകദേശം ആ ഇമേജ് എങ്ങനെയാന്നൊക്കെ മനസ്സിലാവും, എങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും കിട്ടുക. ഷെറിൻ, ഇതിവിടെ ലെൻസ് ഏതാന്ന് തന്നില്ലായിരുന്നെങ്കിലേ ഷെറിന് മനസ്സിലാവുമായിരുന്നു ഇത് ഏത് ലെൻസാന്ന്? എങ്ങനെ മനസ്സിലാവും? അത് റിയൽ ഇമേജ് ആണ് കൊടുത്തത്. പിന്നെ ഫോക്കൽ ലെങ്ത്തിന് കൂടുതൽ ഇമേജ്. ഫോക്കൽ ലെങ്ത് 2 സെന്റിമീറ്റർ. പിന്നെ ഇമേജ് അല്ല, അത് പറയാൻ പറ്റുമോ? അത് ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് നെഗറ്റീവ് അവർ ക്വസ്റ്റ്യനിൽ തരുമല്ലോ. ഇത് വെച്ചിട്ട് പറയാം, റിയൽ വെച്ചിട്ട് പറയാൻ പറ്റും. റിയൽ വെച്ചിട്ട് നമുക്ക് ഇതൊരു കോൺകേവ് ലെൻസ്. അഭിനെ ചോദിച്ചോ മോനെ, ഡൗട്ട് ആണ് ചോദിച്ചോ? അല്ല സർ, കഴിഞ്ഞോ? ഓക്കെ. A real image is formed 15 centimeter away from a lens. അഭി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ? പെട്ടെന്നാവട്ടെ. ഈശാൻ കഴിഞ്ഞു. അതിൽ ആൻഡ്രീസ് ഉണ്ട്, അതിൽ ആൻഡ്രീസ് അടിച്ചു വെച്ചു. ഇർഫാൻ അനസ് കഴിഞ്ഞു. ഓക്കെ. അച്ചു കഴിഞ്ഞു. ഇർഫാൻ ഷംസുദ്ദീനെ നമുക്കൊന്ന് തുടങ്ങി വെച്ചാലോ? ഇർഫാൻ എന്ന് പറഞ്ഞു. റിയൽ ഇമേജ് ഈസ് ഫോംഡ് 15 സെന്റിമീറ്റർ. ഇത് ഏത് ലെൻസ് ആണെന്നാ പറഞ്ഞേ ഇർഫാനെ? കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ്. അപ്പൊ നമ്മളൊരു കോൺവെക്സ് ലെൻസ് വരയ്ക്കും ഇർഫാനെ കേട്ടോ. ഒരു കോൺവെക്സ് ലെൻസ് അവിടെ വരച്ചിട്ട് എന്നിട്ട് ഇമേജ് ഫോം ചെയ്യുന്ന എത്ര സെന്റിമീറ്റർ മാറിയാ? 15. ഫോക്കൽ ലെങ്ത് എത്രയാ? 10. അപ്പൊ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് 10 അല്ലേ? ഇത് ഇത്രയും 10 ആണ് അല്ലെ? ഓക്കെ. സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ഡിസ്റ്റൻസ് വരുമ്പോ എത്ര വരും ഇർഫാൻ? അപ്പോ ഫോക്കൽ ലെങ്ത് 10 ആണ്, സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് വരുമ്പോ 20 വരും. അപ്പൊ ഈ 15 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതിന്റെ നടുക്കൊരു ഇമേജ് അല്ലേ? ഈ എഫിന്റെയും സിയുടെയും ഇടയ്ക്ക് ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്ന എവിടെയായിരിക്കും? അല്ല, ഇൻഫിനിറ്റിയിൽ നമുക്ക് ഫോക്കസിലല്ല കിട്ടുക, അത് കഴിഞ്ഞിട്ട് വരുന്ന കേസ് ബിയോണ്ട് സി. അപ്പൊ ബിയോണ്ട് സി ഒബ്ജക്റ്റ് വെക്കുമ്പോൾ കിട്ടുന്ന ഇമേജ് എങ്ങനെയായിരിക്കും? വലുതാണോ ചെറുതാണോ? ചെറുതായിരിക്കും അല്ലെ? ബിയോണ്ട് സി ഒബ്ജക്റ്റ് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? ചെറുതായിരിക്കും. ഓക്കെ, ഇതിപ്പോ വലുതായി പോയി. ചെറുതായിരിക്കും ഇമേജ്. ഓക്കെ, ഒരു ചെറിയൊരു ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലായി നോക്കിയേ. നമുക്ക് ഒബ്ജക്റ്റിനേക്കാളും ചെറിയൊരു ഇമേജ് ആണ് കിട്ടുന്നതെന്ന് മനസ്സിലായി അല്ലെ? ഒബ്ജക്റ്റ് വെക്കുന്നത് സിയുടെ പുറകിലാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് കിട്ടേണ്ട വാല്യൂ എത്രയായിരിക്കും? ഫോക്കൽ ലെങ്ത് 10 അല്ലേ? 10ന്റെയും 20ന്റെയും അല്ല, സോറി, 20ന് അപ്പുറത്തേക്കാണെന്ന് മനസ്സിലായി. കാരണം ഇത്രയും 10 അല്ലേ? അല്ല, ഇത്രയും 20 അല്ലേ? അപ്പൊ 20ക്കും ഹയർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടേണ്ടത്. അതുപോലെ ഇമേജ് വലുതാണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്, ഇതെല്ലാം മനസ്സിലായി കണ്ടോ? ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാണ്ട് നമുക്ക് ഇതെല്ലാം കിട്ടും. അതാണ് ചെറിയൊരു ഫിഗർ വരച്ചാലുള്ള ഗുണം, അതാണ്. ഓക്കെ, കഴിഞ്ഞോ? ഇനി ആരും ചെയ്യുന്നില്ല. ഷെറിൻ ചെയ്യുന്നുണ്ട്, ബിലാൽ ചെയ്യുന്നുണ്ട്, അഹമ്മദ് അബ്ദുൽ കരീം ചെയ്യുന്നുണ്ട്, അൽഫിയ സിദ്ദീഖ്, മുഹമ്മദ് ബാദുഷ, മുഹമ്മദ് റൈഹാൻ അല്ലെ, മുഹമ്മദ് ഇൻസാഫ്. ഓക്കെ, ആരാണ്? അഹമ്മദ് അബ്ദുൽ കരീം. ഓക്കെ. ബാക്കിയുള്ളവരോ? ഗൗരി ഒന്നും ചെയ്ത് കഴിഞ്ഞില്ല. ഫസ്റ്റ് ആട്ടെ, എ പാർട്ട് മാത്രം, എ ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ മതി. പറഞ്ഞോ. ഈ ചെറുതിനെ ഡിമിനിഷ്ഡ് എന്നല്ലേ പറയണേ? അതെ, ഡിമിനിഷ്ഡ്. ഓക്കെ, കഴിഞ്ഞോ? ഇനി ഇവിടെ ശ്രദ്ധിച്ചു. ഇനി ഞാൻ ചെയ്തോളാം. ഇനി ഇവിടെ നോക്കൂ. അത് ചെയ്യാത്തവർ എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി. അഫിയ പറഞ്ഞോ. അഫിയ, ലെൻസ് ഫോമിൽ എന്താ? അഫിയ ലെൻസ് ഫോമിൽ എന്ന് പറഞ്ഞേ. 1/v മൈനസ് 1/u അല്ലെ? നമുക്ക് എന്താ ഇതിനകത്ത് കണ്ടുപിടിക്കാനുള്ള? എന്താ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള?
ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് യു ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യാ? അല്ല, എന്താ കുറയ്ക്കേണ്ടത്? 1/f ന്ന് 1/u ആണോ കുറയ്ക്കേണ്ടത്? 1/v ന്ന് 1/f ആണോ കുറയ്ക്കേണ്ടത്? അതാണ് പ്രശ്നം കേട്ടോ. അതാണ് നമ്മുടെ പ്രശ്നം കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ചെയ്തു നോക്കുക. 10 എന്ന് പറയുന്നത് 12 ന്ന് 2 കുറയ്ക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ നോക്കുക ഈ 2 കിട്ടാൻ വേണ്ടിയിട്ട് 12 ന്ന് 10 ആണോ കുറയ്ക്കേണ്ടത് അതോ 10 ന്ന് 12 ആണോ കുറയ്ക്കേണ്ടത്? ഏതാ കുറയ്ക്കേണ്ടത്? 2 കിട്ടാൻ 12 ന്ന് 10 കുറയ്ക്കണോ 10 ന്ന് 12 കുറയ്ക്കണോ? 12 ന്ന് 10. അപ്പൊ 1/v ന്ന് 1/f ആണോ കുറയ്ക്കേണ്ടത്? 1/f ന്ന് 1/v ആണോ കുറയ്ക്കേണ്ടത്? 1/v ന്ന് 1/f കുറയ്ക്കണം കേട്ടാ. ഇനി തെറ്റരുതേ. ഓക്കെ, ഇത് തെറ്റിയവർ എത്ര പേരുണ്ട്? 1/v ന്ന് 1/f എടുക്കണത് ആർക്കെങ്കിലും ഒക്കെ തെറ്റിട്ടുണ്ടാവുമല്ലോ. എല്ലാരും ശരിയാണോ? ഓക്കെ, അപ്പൊ ചെയ്തു പൊക്കോ. 1/v ന്ന് 1/f കുറയ്ക്കും. അപ്പൊ 1/u കിട്ടാൻ വേണ്ടിയിട്ട് 1/v യിൽ നിന്ന് 1/v എത്രയാ? ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ് കിട്ടിയത്? ആരാ പറയാ? സുഹേൽ, ഇമേജ് ഡിസ്റ്റൻസ് എത്രയാ കിട്ടിയേ? 15 അല്ലെ? മൈനസ് 1/u ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്ര കിട്ടിയേ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്ര കിട്ടിയേ? അല്ല സോറി, 1/v ന്ന് 1/f. സോറി, ഫോക്കൽ ലെങ്ത് എത്ര കിട്ടിയേ? ഫോക്കൽ ലെങ്ത് 10. അപ്പൊ 1/15 മൈനസ് 1/10 അല്ലെ? ചെയ്തോ. 1/15 മൈനസ് 1/10 വരും. 1/15 മൈനസ് 1/10. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ മുഹമ്മദ് ഇഷാനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ? ഇതെങ്ങനെയാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാ മുഹമ്മദ് ഇഷാൻ? 10 മൈനസ് 1 into 10 അല്ലേ? 1 into 10 എന്ന് പറയുമ്പോൾ 10. ഓക്കെ, മൈനസ് 1 into 50. 1 into 15 എന്ന് പറയുമ്പോൾ 15. ഓക്കെ, മൈനസ് 15 ഡിവൈഡഡ് ബൈ 15 into 10. 15 into 10 എന്ന് വരും. 150 അല്ലേ? ഓക്കെ, ഇനി 10 ന്ന് 50 കുറയ്ക്കണം, 15 ന്ന് 10 കുറയ്ക്കണം. 15 ന്ന് 10 കുറച്ചിട്ട് വലുതിന്റെ സൈൻ ആണ്. അതെ, എത്ര കിട്ടും 15 ന്ന് 10 കുറയ്ക്കുമ്പോൾ? 5 കിട്ടും. 5 കിട്ടും. അഫിയ ഉണ്ട്, വലുതിന്റെ സൈൻ ഇറങ്ങുന്നു പറഞ്ഞു. ഇതിനകത്ത് ഏതാ വലുത്? 10 ആണോ 15 ആണോ? 15. അപ്പൊ 15ന്റെ സൈൻ ഇടുമ്പോൾ 150/5/150 എന്ന് വരും അല്ലെ? ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുമല്ലേ ഇർഫാനെ? 5/150 ചെയ്യുമല്ലേ? നേരെ പോയിട്ട് 5 divided by 150 എന്ന് ചെയ്യുമല്ലേ? അല്ല, ഇങ്ങനെയല്ലേ ചെയ്യാ ഇർഫാനെ? ഇർഫാൻ ഷംസുദ്ദീൻ പറഞ്ഞു തിരിച്ചിടണം. കാരണം നമ്മളോട് ആരും എന്ത് ചോദിച്ചിട്ടില്ല? 1/u ചോദിച്ചിട്ടില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് u ആണ് അല്ലെ? അപ്പൊ തിരിച്ചിടണം. അപ്പൊ തിരിച്ചിടുമ്പോൾ 150/-5. ഓക്കെ, ഇർഫാൻ അനസ് സാർ, ഈ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് നോക്കണോ? ഇപ്പൊ ഡിവൈഡ് ചെയ്യാൻ നേരത്തെ ഈ നെഗറ്റീവിനെ മൈൻഡ് ചെയ്യണോ? വേണ്ട, അവസാനം ഇട്ട് കൊടുത്താൽ മതി അല്ലെ? എന്താ ഡിവൈഡ് ചെയ്യുമ്പോൾ അതെന്താണോ വരുന്നത് അത് അവസാനം ഇട്ടാൽ മതി. ഇപ്പൊ തൽക്കാലം ഡിവിഷൻ മാത്രം മതി. 150/5 എത്ര കിട്ടും ഇർഫാനെ? 30 സെന്റിമീറ്റർ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ബി ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആൻസർ ചെയ്തോ. ബി ക്വസ്റ്റ്യൻ ഇത് ശരിയായി വരുന്ന കൈവയ്ക്ക്. -30 കിട്ടി വരുന്ന കൈവയ്ക്ക്. ഫേസിന് നേരെ പിടിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, വരും. അച്ചു കൈ താത്തിക്കോളൂ. കൈ താത്തി. അച്ചു കാണുന്നില്ല അല്ലെ കൈ താത്തിയത്? ഓക്കെ, കിട്ടുന്നോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ഒബ്ജക്ട് ഈസ് 3 ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഹൈറ്റ് ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജിന്റെ ഹൈറ്റ് തന്നെങ്കിൽ നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു ഹൈറ്റ് തന്നെ. ഇമേജിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഹൈറ്റ് തരണം. അതുപോലെ ഇമേജിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് തരണം. ഇമേജിന്റെ ഹൈറ്റ് തന്നെ കിട്ടണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തരണം. ഇമേജിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് തരണം. എന്നാലാണ് നമുക്ക് മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ,
എലിസബത്തിന് പറയുന്നത് ക്ലിയർ അല്ലേ? അതെ സർ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞപ്പോ ഒത്തിരി ലാഗ് വന്നു, അതുകൊണ്ട് ഇപ്പൊ പറയുന്നൊക്കെ അപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, പറയുന്ന നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യത്തെ പ്രോബ്ലം ആയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്നാവട്ടെ, പെട്ടെന്നാവട്ടെ. സാർ ആ പറഞ്ഞോ പറഞ്ഞോ. നാളെ ക്ലാസ് ഉണ്ടോ? എനിക്കറിയില്ല, അത് ഓഫീസിൽ ഉണ്ടെങ്കിൽ പറയില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫോം ചെയ്യാറുണ്ടല്ലോ അല്ലെ? ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മായിൻഷ കഴിഞ്ഞില്ല? ഇനി ആരൊക്കെയുണ്ട്? മുഹമ്മദ് ഇഷാൻ, അൽഫിയ ഉണ്ട്, ഐഷ, മുഹമ്മദ് ഇൻസാഫ്, പിന്നെ ഇർഫാൻ ഷംസുദ്ദീൻ. ഇർഫാന് കിട്ടുന്നില്ലേ? സുഹൈല ഒന്ന് പറഞ്ഞ. സുഹൈല എങ്ങനെ ചെയ്യാം? m=v/u ചെയ്യാം. അല്ല, എന്റെ അടുത്ത് ഹൈറ്റ് അല്ലേ, അപ്പൊ ഞാൻ ആദ്യം m=hi/h നോക്കും അല്ലെ? hi/h വെച്ച് നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യാ? നിങ്ങളുടെ പ്രൊസീജിയർ അങ്ങനെയല്ലേ? hi/h നോക്കുമ്പോ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷെ എനിക്ക് ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് അറിയാമെങ്കിലും മാഗ്നിഫിക്കേഷൻ എനിക്ക് അറിയോ? സുഹൈലിന് അറിയോ മാഗ്നിഫിക്കേഷൻ ചെയ്തു തുടങ്ങുമ്പോ? ഇല്ല. എത്രയാ? ഇല്ല. ഞാൻ പേടിച്ചു. ഓക്കെ, അപ്പൊ അറിയില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കണം. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് v/u. ഓക്കെ, v/u എങ്ങനെ വരും സുഹൈലെ? 15/30. 15/30 എത്ര കിട്ടും ഇൻസാഫ്? 15/30. 15/30 കിട്ടുമോ? 15/30 കിട്ടൂല. അതെത്രയത് അതിന്റെ വാല്യൂ? അറിയില്ല 15/30. ഇതെന്താണ് ഞാൻ സംസാരിക്കുമ്പോ ഒരു റോബോട്ടിന്റെ സൗണ്ട് അവിടെ കേൾക്കുന്ന? ഓക്കെ, പറഞ്ഞോ. 15/-30 അല്ലേ? -30 ആണ് അല്ലെ? 15/-30. നിങ്ങൾ ക്ലാസ്സിൽ ലൈവ് ആണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കും കേട്ടോ. ഓക്കെ, 15/-30. അപ്പൊ ഇൻസാഫെ 15/-30. ഇൻസാഫിന് 30/15 അറിയോ? അങ്ങനെയാണെങ്കിൽ അതായാലും മതി. 30/15 അറിയാവോ? എത്രയാ? -2. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി 15/30. എനിക്ക് എന്റെ വോയിസ് കേൾക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരിച്ച്. ഞാൻ വാട്സാപ്പിലാണെങ്കിൽ തന്നെ ഒരു ഓഡിയോ ആർക്കെങ്കിലും അയച്ചാൽ ഞാൻ തന്നെ എടുത്ത് ഡിലീറ്റ് ആയി കളയും, പിന്നെ കേൾക്കാണ്ടിരിക്കാൻ കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള ഞാനാണ് എന്റെ സൗണ്ട് പിന്നെയും കേട്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. 15/30 അല്ലേ? 15/30. അപ്പൊ 15/30 വരുമ്പോ 30/50 റെസിപ്രോക്കൽ എടുത്താൽ മതി. 1/2. ഓക്കെ, 30/15 2 അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്യണേ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ചില എന്ത് ചെയ്യാന്നറിയോ? -1/2. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പോയിട്ട് 15/30 ചെയ്താൽ നിങ്ങൾക്ക് 180.5 കിട്ടും. എങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല. ചിലക്ക് ഇപ്പൊ 0.5 കിട്ടും. ഇങ്ങനെ ചെയ്ത 15 കട്ടായി. ഇത് 15 കാണുമ്പോൾ തന്നെ അറിയില്ല 15ന്റെ ഡബിൾ ആണ് 30. അപ്പൊ 1/2. ഓക്കെ, അപ്പൊ -1/2 കിട്ടും. എന്നിട്ട് നേരെ അവിടെ ഇട്ട് കൊടുത്തോ. ഈ -1/2 അവിടെ ഇട്ട് കൊടുത്തോ. ഓക്കെ, ചെയ്തല്ലോ എല്ലാവരും അല്ലെ? മുഹമ്മദ് അമാൻ ഒന്ന് പറഞ്ഞ. അമാൻ എങ്ങനെ കിട്ടും? മുഹമ്മദ് അമാൻ പറ. -1/2 ഈക്വൽ ടു -1/2 hi/3. hi/3 അല്ലെ? hi/3. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം. അപ്പൊ എന്ത് വരും? -1 × 3 അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ അല്ലെ? രണ്ട് ഫ്രാക്ഷൻ ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, തമ്മിൽ ക്രോസ് ചെയ്ത് അതിന്റെ പ്രൊഡക്റ്റും ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് 4ന്റെ പകുതിയും 2 ആണ്, 20/10 2 ഇതൊരു ഫ്രാക്ഷൻ ആണ്, ഈക്വൽ ആയിട്ടുള്ള. ഇത് നമ്മൾ ക്രോസ് എടുത്ത് നോക്കി. 4 × 10 40, 20 × 2 40. രണ്ട് ഈക്വൽ ആയിരിക്കും കേട്ടോ. ഇനി ഡിനോമിനേറ്റർ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കാൻ പോകരുത് കേട്ടോ. ഇത് ഫ്രാക്ഷൻ അഡീഷൻ അല്ല കേട്ടോ, ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം.
അപ്പൊ 4 into 10 40 ആണെന്ന് പറഞ്ഞ പോലെ ഇവിടെ -1 into 3 -3. ഇവിടെ 2 into HI എന്ന് പറയുമ്പോൾ HI into 2, അതായത് -3 equal to 2 into HI. ഇനി എന്ത് ചെയ്യണം? HI അല്ല കണ്ടുപിടിക്കണം, ഈ 2 അപ്പുറം പോട്ടെ. അപ്പൊ ഡിവൈഡ് ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ അല്ല ചെയ്തിരിക്കുന്നത്, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തത്. അതുകൊണ്ട് അപ്പുറം ചെല്ലുമ്പോൾ ഡിവൈഡ് ചെയ്യുക. HI equal to -3/2 which is equal to -1.5. എത്ര പേർക്ക് -1.5 സെന്റിമീറ്റർ കിട്ടിയെന്ന് കൈവെക്കാവോ? 3 4 5 6 കിട്ടാത്തവരൊന്ന് കൈവെക്കേ. കിട്ടാത്തവര് ഐഷയ്ക്ക് എവിടെ തെറ്റിയേ? ഇർഫാനോ? എനിക്കും 1/2 തെറ്റു അല്ലെ? ഇബ്രാഹിം ബാദുഷാ? എനിക്കും അതെ. 1/2 -2 into 3 അംന? -3/2 അപ്പൊ ഇവിടെ തെറ്റ്. ഇത് ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാണല്ലോ ഇത്, ഈ -15/30. അത് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 15 വെച്ച് കട്ട് ചെയ്യാമെങ്കിൽ കട്ട് ചെയ്തോ, അല്ലെങ്കിൽ തിരിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഡിവൈഡ് ചെയ്തോ. അപ്പൊ 30 15 തിരിച്ച് ഡിവൈഡ് ചെയ്തിട്ട് റെസിപ്രോക്കൽ ഇട്ടാൽ മതി. ഇനി മൈനസ് ഇവിടെയാണോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വേണ്ട, എവിടെ ഇട്ടാലും കുഴപ്പമില്ല. ഇപ്പൊ താഴെ മൈനസ് വന്നാൽ മുകളിലേക്ക് ഇട്ടിട്ടാലും കുഴപ്പമില്ല, മുകളിൽ കിടക്കുന്ന മൈനസ് താഴേക്ക് ഇട്ടാലും കുഴപ്പമില്ല. സൈൻ കൺവെൻഷനിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഫ്രാക്ഷൻ ആഡ് ചെയ്യുമ്പോഴൊന്നും അങ്ങനെ ചെയ്യരുത്. ഫൈനൽ ആൻസറിൽ നിങ്ങൾക്ക് ചെയ്യാം. ഫൈനൽ ആൻസറിൽ സൈൻ ഒന്നും മേളിലോട്ട് താഴേക്ക് കിട്ടുന്ന ഒരു പ്രശ്നമില്ല. കാരണം നെഗറ്റീവ് ബൈ പോസിറ്റീവ് നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ബൈ നെഗറ്റീവ് നെഗറ്റീവ് ആണ്, രണ്ടും ആൻസറിൽ നെഗറ്റീവ്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇത് 15 വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ ഇത് പ്രശ്നമാണ് കേട്ടോ. ഇവിടെ ഒന്ന് അലേർട്ട് ആയിട്ടിരിക്കുക കേട്ടോ. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇത് ഞാൻ ഇങ്ങനെ ചെയ്ത് തരാം. ഇത് 0.5 കിട്ടൂല. അപ്പൊ ഇവിടെ നമുക്ക് ആൻസറിൽ 0.5 ഈക്വൽ ടു -0.5 -0.5 ഈക്വൽ ടു HI/3 എന്ന് കിട്ടും. അപ്പൊ HI ഈക്വൽ ടു 3 into -0.5 എന്ന് കിട്ടും. അപ്പൊ -1.5 അല്ലെ? 3 into 1.5 എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ? -1.5 അല്ലെങ്കിൽ 5 into 3 ചെയ്താൽ മതി. 15 ഒരു പ്ലേസ് മാറ്റി ഡെസിമൽ ഇടുമ്പോൾ 1.5. എങ്ങനെയായാലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ലാന്ന് തോന്നുന്നു. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? പിന്നെ ഇതിന്റെ കൂടെ ഇങ്ങനെ എഴുതി വെച്ചാൽ നല്ലതാണ്. ഇത് കിട്ടി കഴിയുമ്പോൾ ഒബ്ജക്ട് ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെന്റിമീറ്റർ ഫ്രം ദി ലെൻസ് എന്ന് എഴുതിയാൽ നല്ലതാണ്. വെറുതെ U = 30 എന്ന് എഴുതി പോവാണ്ട് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ഒബ്ജക്ട് എത്ര മാറിയിട്ടെന്നല്ലേ, നമ്മൾ അവിടെ പോയിട്ട് വെറുതെ U = 30 എന്ന് എഴുതിയാലും നല്ലത്. ഇത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ എഴുതുക ഒബ്ജക്ട് 30 സെന്റിമീറ്റർ മാറ്റി വെക്കുക എന്നും കൂടെ എഴുതിയിട്ട് പോകും എക്സാമിനൊക്കെ എഴുതുമ്പോൾ കേട്ടോ. അല്ലെങ്കിൽ ഇതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയാലും മതി. ഒബ്ജക്ട് ഷുഡ് ബി കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെന്റിമീറ്റർ ഫ്രം ദ ലെൻസ് ടു ദ ലെഫ്റ്റ് കേട്ടോ. ലെഫ്റ്റ് സൈഡിലേക്ക് 30 സെന്റിമീറ്റർ മാറ്റി നമ്മൾ ഒബ്ജക്ട് പ്ലേസ് ചെയ്യുക. ക്വസ്റ്റ്യൻ തീർന്നോ? ഇല്ലല്ലോ, എന്തോ ക്വസ്റ്റ്യനോടെ ഉണ്ടല്ലോ. വാട്ട് ഈസ് ദ നേച്ചറോ? വാട്ട് ആർ ദി അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇമേജ്? ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിയാൻ നമുക്ക് മാഗ്നിഫിക്കേഷനിൽ പോയാൽ മതി. നിങ്ങൾക്ക് അറിയാം അല്ലെ? നിങ്ങൾ എല്ലാവരും കണ്ടുപിടിച്ചിരിക്കുന്നതാണ് മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്തിട്ട്. മാഗ്നിഫിക്കേഷൻ 1/2 പ്രത്യേകതകൾ അറിയാവുന്നവർ കൈവയ്ക്ക്. മാഗ്നിഫിക്കേഷൻ 1/2 എന്ന് കണ്ട അതിന്റെ പ്രത്യേകതകൾ അറിയാവുന്നവര്? ഓക്കെ, എന്താ എൽദോസിനെ അറിയില്ല? എൽദോസെ കൈതാത്തി. അല്ലമീൻ പറയട്ടെ. അല്ലമീന ഒന്ന് പ്രത്യേകതകൾ പറഞ്ഞു. മാഗ്നിഫിക്കേഷൻ 1/2 ആണ്, എന്തൊക്കെയായിരിക്കും പ്രത്യേകത? സാർ പറഞ്ഞോ. റിയൽ ആയിരിക്കും. ആ ഇമേജ് റിയൽ ആയിരിക്കും അല്ലെ? എങ്ങനെ മനസ്സിലായി റിയൽ ആയിരിക്കും എന്ന്? മൈനസ് വന്നപ്പോ മനസ്സിലായി. റിയൽ ആയതുകൊണ്ട് അത് എന്തായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഇനിയുള്ള ചോദ്യം വലുതാണോ ചെറുതാണോ സെയിം സൈസ് ആണോ എന്നാണ്. എങ്ങനെയായിരിക്കും? ഡിമിനിഷ്ഡ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഒന്നിനേക്കാളും കുറവായതുകൊണ്ട് ഒന്നിനേക്കാളും ചെറിയ വാല്യൂ ആണ് കിട്ടിയേക്കുന്നത്. 1/2 എന്ന് പറഞ്ഞാൽ 0.5 അല്ലെ? ഞാൻ നിന്നേക്കാളും 0.5 ടൈംസ് വലുതാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ നിന്നേക്കാളും ചെറുതാന്നാ. ഓക്കെ, അപ്പോ ഡിമിനിഷ്ഡ് ആണ്. റിയൽ, ഇൻവേർട്ടഡ്, ഡിമിനിഷ്ഡ്. സാർ പറഞ്ഞോ. ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാളും ഇമേജിന്റെ സൈസ് ഹാഫ് ആണെന്ന് പറയാൻ പറ്റുമോ? പറയാം. ഓക്കെ, ഇമേജ് സൈസ് ഈസ് ഹാഫ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് സൈസ്. അങ്ങനെ പറഞ്ഞാൽ വളരെ നല്ലതല്ലേ? ഓക്കെ, നമ്മൾ വെറുതെ ഡിമിനിഷൻ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലതല്ല. അത് കറക്റ്റ് എത്ര ടൈംസ് ആണെന്ന് കൂടെ പറഞ്ഞു. ഹാഫ് ടൈംസ് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഡിമിനിഷൻ എഴുതിയിട്ട് അതും കൂടെ എഴുതി വെച്ചോ എക്സാമിന് എഴുതുമ്പോൾ കേട്ടോ. ഇമേജ് ഈസ് ഹാഫ് ടൈം, സൈസ് ഓഫ് ദി ഇമേജ് ഈസ് ഹാഫ് ടൈംസ് ദ സൈസ് ഓഫ് ദി ഒബ്ജക്ട്, അല്ലെങ്കിൽ സൈസ് ഓഫ് ദി ഇമേജ് ഈക്വൽ ടു ഹാഫ് ദ സൈസ് ഓഫ് ഒബ്ജക്ട്. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അതായത് ഒബ്ജക്റ്റിന്റെ പകുതിയാണ് ഇമേജ്. പറഞ്ഞോ.
ഈ 1/2 into 3 എന്ന് പറയുമ്പോൾ നമുക്ക് 1 into 3/2 എന്ന് എഴുതാൻ ആ പാടില്ലേ? ചെയ്യാം, പിന്നെ ചെയ്യാലോ. ഇത് ഇപ്പൊ Sir, 1 by അപ്പോ പറഞ്ഞോ. ഈ 1/3 into 3 എന്ന് പറയുമ്പോൾ 1 into 3/3 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. 1 into 3/3 എന്ന് എഴുതാം. അങ്ങനെ ആൻസർ വരുന്നത്. ശരിക്കും ഇത് എന്താണെന്നറിയോ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്നത്. 3 എന്ന് എഴുതി അതിന്റെ മീനിങ് 3/1 എന്നാ. 3/1. അപ്പൊ 1ഉം 3ഉം പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 3. 3ഉം 1ഉം പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 3/3 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ എന്താ? 1ഉം 3ഉം പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 3. 2ഉം 1ഉം പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 2. അതുകൊണ്ടാണ് 1/2 into 3ക്ക് നമ്മൾ 3/2 എന്ന് എഴുതുന്നു. 1/3 into 3ക്ക് നമ്മൾ 3/3 എന്ന് എഴുതുന്നു. അടിയിൽ ഒരു 1 ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ. ഫ്രാക്ഷനും അല്ലാണ്ട് നമ്പറും വരുമ്പോൾ ഇത് കമ്പൈൻഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ഇത് ഓർത്താൽ മതി. ഓക്കെ. ഇത് കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ ഫ്രാക്ഷൻ മാത്രമാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഫ്രാക്ഷൻ മാത്രമാണെങ്കിൽ എന്തായാലും അടിയിൽ ഒരു ഡിനോമിനേറ്ററിന് വാല്യൂ ഉണ്ടാവുമല്ലോ. ഫ്രാക്ഷനിൽ അല്ലാണ്ട് ഒരു നമ്പർ വരുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. താഴെ ഒരു 1 ഇട്ട് കൊടുക്കുക, നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. ഇനി വേറെ എന്തെങ്കിലും ഫ്രാക്ഷനോ? അഡീഷന്റെ സബ്ട്രാക്ഷന്റെ കേസിലല്ലേ ക്രോസ് മൾട്ടിപ്ലൈ ആ, അഡീഷണൽ സബ്ട്രാക്ഷൻ മാത്രമാണ് ക്രോസ് ഉള്ളൂ കേട്ടോ. നേരെ മൾട്ടിപ്ലൈ ചെയ്തേക്കാം. അഡീഷണൽ സബ്ട്രാക്ഷൻ വന്നാൽ മാത്രമേ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോകാവുള്ളൂ. ഓക്കെ. ഇതാ പിടിച്ച അടുത്തൊരു ക്വസ്റ്റ്യൻ. An object of height 6 centimeter is placed an object of height 6 centimeter is placed in front of a convex lens of focal length 20 centimeter. At a distance 30 centimeter. At a distance, full stop illa ട്ടോ. At a distance 30 centimeter. ഒറ്റ സെന്റൻസ് ആണ്. At a distance 30 centimeter. A question. What is the distance to the image formed? What is the distance to the image formed? What is the distance to the image formed? Another question. What is the nature of the image? What is the nature of the image? What is the nature of the image? Third question. What is the height of the image? What is the height of the image? ക്വസ്റ്റ്യൻ വേണ്ടല്ലോ ആർക്കും? ക്വസ്റ്റ്യൻ മാറ്റിക്കോട്ടെ. ആ എ പാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അൺറൈസ് ചെയ്തോ. തന്നെ ചെയ്തോ. എ പാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അൺറൈസ് ചെയ്തോ. പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ ഒന്നായി കാണിക്കാമോ? കാണിക്കാലോ.
അച്ചു അൺറൈസ് അടിച്ചാൽ മതി. അച്ചു ഇങ്ങനെ കൈയും ബുക്ക് പിടിച്ച് എത്ര നേരം നിൽക്കാനാണ്? സാർ ഇതില് ഹാൻഡ് റൈസ് വർക്ക് ആവാം. ഹാൻഡ് എനിക്ക് കാണണ്ടല്ലോ. അതെയാ, എന്നാ എന്തെങ്കിലും പ്രശ്നം? ഇവിടെ അത് ഓഫാ. കുഴപ്പമില്ല. കൈ താത്തിക്കോ, കുഴപ്പമില്ല. ആദ്യം ഏത് ലെൻസാന്ന് നോക്കുക, എന്നിട്ട് ഒരു ഫിഗർ അവിടെ വരയ്ക്കുക, എന്നിട്ട് ഡിസ്റ്റൻസ് കറക്റ്റ് ആണ്, സൈൻ ഓക്കെ ആയിട്ട് അടുത്തേക്ക് പോവുള്ളൂ കേട്ടോ. സൈൻ കറക്റ്റ് ആയി ഫോർമുല ഇട്ടങ്ങ് നേരെ ചെയ്ത് പോവല്ല. ആദ്യം തന്നെ ആ സൈൻ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അൺറൈസ് ചെയ്തോ കേട്ടോ. മുഹമ്മദ് ഇഷാൻ. അഹമ്മദ് കഴിഞ്ഞു. ബാക്കിയുള്ളവരും പെട്ടെന്ന് പെട്ടെന്നാവട്ടെ. ഇനിയുണ്ടല്ലോ ആളുകൾ. ആരാണ്? ഷെറിൻ ചെയ്ത് കഴിഞ്ഞില്ല. ഷെറിൻ ഇനി എത്ര പേരിൽ ചെയ്യാൻ? ഗൗരി ഉണ്ട്, ഐഷ, അൽഫിയ, 4 പേരല്ലേ? മായിൻഷായും കൂടെ ഉണ്ട്. ഓക്കെ, പെട്ടെന്നാണ്. അൽഫിയ കഴിഞ്ഞു. ഓക്കെ, മായിൻഷ, ഐഷ, ഗൗരി 3 പേരും ചെയ്ത് കഴിഞ്ഞിട്ട് പറയാട്ടോ. എന്തായാലും തുടങ്ങി പോവാം കേട്ടോ. ഒന്ന് തുടങ്ങാം. ഗൗരി തന്നെ പറയട്ടെ. ഗൗരി, ഇത് ഏത് ലെൻസാ ഗൗരി? ഇത് ഏത് ലെൻസാണ്? ഇത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ഇത് കോൺവെക്സ് ലെൻസ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനില്? പിന്നെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 6 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 6 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് 20 ആണെന്ന് പറഞ്ഞു. പിന്നെയോ? പിന്നെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 30, ഫോക്കൽ ലെങ്ത് 20. അപ്പൊ ഫോക്കസിന്റെ എവിടെയായിരിക്കും ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടാവുക? ഫോക്കസ് അപ്പുറത്തല്ലേ? ഫോക്കസിലേക്ക് 20 അല്ലേ ഉള്ളൂ. ഫോക്കസിലേക്ക് 20. ഓക്കെ, അത് കുഴപ്പമില്ല. ഞാൻ ലെഫ്റ്റിലും സൈഡിലും എഴുതാം. നമുക്ക് എഴുതുമ്പോ അപ്പുറം ഇപ്പുറം എഫ് എഴുതാം കേട്ടോ. ഓക്കെ, എഫ് അപ്പുറം ഇപ്പുറം ഉണ്ടല്ലോ. ഫോക്കസ് ഫോക്കൽ ലെങ്ത് എന്ന് ഇവിടെ എഴുതാൻ ഇനിയിപ്പോ പ്രശ്നം വേണ്ട. 20 സെന്റിമീറ്റർ. ഓക്കെ, അപ്പുറം ഇപ്പുറം 20 സെന്റിമീറ്റർ. ഇനി ഇത് എവിടെയായിരിക്കും ഒബ്ജക്റ്റ് ഇരിക്കുക? ഒബ്ജക്റ്റ് എവിടെയായിരിക്കും ഇരിക്കുക? അപ്പൊ സിയിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും? സിയിലേക്ക്, സെന്റർ ഓഫ് കർവേച്ചറിലേക്ക്. ഫോക്കസിലേക്ക് 20 ആണെങ്കിൽ ഫോക്കസിലേക്ക് 40 ആണോ?
40 ആയിരിക്കും അല്ലെ. സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് 40 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ഈ നമ്മുടെ ഒബ്ജക്ട് എവിടെ ആയിരിക്കും? ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 30 ആ. അപ്പൊ സിയുടെയും എഫിന്റെയും ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് 30 അല്ലേ? സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് 40 ആണ്. അപ്പൊ ഒബ്ജക്ട് എവിടെ ആയിരിക്കും ഇരിക്കുക? ബിറ്റ്വീൻ സി ആൻഡ് എഫ് അല്ലെ? 20യുടെയും 30യുടെ ഇടയ്ക്ക് അതല്ലേ 30. 20യുടെയും 40യുടെ ഇടയ്ക്കല്ലേ 30 വരുന്നത്. അപ്പൊ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് എവിടെ ആയിരിക്കും നമുക്ക് ഇമേജ് കിട്ടുക? ഗൗരി ഓർക്കുന്നുണ്ടോ? ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് ബിയോണ്ട് സി. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇമേജ് ഇത് ഇവിടെയാന്ന് മനസ്സിലായില്ലേ നമുക്ക്? അല്ലെ? അതായത് നമുക്ക് കിട്ടുന്ന വാല്യൂ 40യിലും വലുതായിരിക്കണം. നമുക്ക് കിട്ടുന്ന ആൻസർ 40യിലും വലുതായിരിക്കണം. അതിന്റെ കൂടെ നമ്മുടെ ഇമേജ് എങ്ങനെയായിരിക്കും? സിയുടെ ഫ്രണ്ടിൽ ഒബ്ജക്ട് വെച്ചാൽ കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? പഠിച്ചാണ് എൻലാർജർ ആയിട്ടുള്ള ഇമേജ് ആണ്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ കിട്ടി? നമ്മൾ ചെയ്തു നോക്കാണ്ട് തന്നെ കിട്ടി അല്ലെ? എൻലാർജർ ഇമേജ് ആണെന്ന് കിട്ടി, ബിയോണ്ട് സി ആണെന്ന് കിട്ടി, അതുപോലെ എൻലാർജർ ഇമേജ് ആണെങ്കിൽ അതോടൊപ്പം തന്നെ അത് റിയൽ ആണ്, ഇൻവേർട്ടഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഓക്കെ, നമുക്കെല്ലാം മനസ്സിലായി. എന്നാലും ടീച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് അതൊന്ന് ചെയ്യാം കേട്ടോ. ടീച്ചറിന് മാർക്കർ ഉണ്ട്, അതിന് വേണ്ടി നമുക്കൊന്ന് ചെയ്തു. ഏതാണ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ദ ഇമേജ് ഫോംഡ്? ഗൗരി തന്നെ പറഞ്ഞു. ഇക്വേഷൻ എന്താ? 1/f is equal to 1/v minus 1/u. 1/f equal to 1/f equal to 1/v minus 1/u. 1/v minus 1/u. ഓക്കെ, എന്തൊക്കെയാണ് എന്താ കണ്ടുപിടിക്കാനുള്ളത് ഇതിനകത്ത്? v കണ്ടുപിടിക്കണം. v ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താ ചെയ്യണ്ടേ? ഇത് രണ്ടും എന്താ ചെയ്യണ്ടേ? മൈനസ് പ്ലസ് ചെയ്യണം. ഏതാ പ്ലസ് ചെയ്യണ്ടേ? രണ്ടുവിനെ ഏതാന്ന് പറയേണ്ട കാര്യമില്ല അല്ലെ. 1/v equal to 1/f plus 1/u എന്ന് വരും. ഓക്കെ, ഇനി 1/f എത്രയാ? 1/f plus 20. 1/20 പ്ലസ് അടുത്ത 1/u എത്രയാ? 1/- minus 30. മൈനസ് 30. ഓക്കെ ഗൗരി. ഇനി അടുത്ത ആള് ചോദിക്കും. ആരാണ്? ഇഷാൻ പറഞ്ഞോ. ഇഷാൻ ഇവിടുന്ന് മുന്നോട്ട് പോകണം. എങ്ങനെ മുന്നോട്ട് പോകും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? എങ്ങനെയാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം? 1 into minus 3. 1 into minus 3. minus 3യോ? ഒന്നുകൂടെ ശരിക്കും നോക്കി. minus 30. minus 30 പ്ലസ് ഇനി ഇവിടെയോ? 1 into 20. 1 into 20. ഇവിടെ 20. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ 20 into minus 30. 20 into minus 30. 20 into minus 30 എത്രയാ? minus 600. minus 600. ഓക്കെ, അടുത്ത മുഹമ്മദ് റബീസ. സാർ ഡിഫറന്റ് സൈൻ ആണെങ്കിൽ എന്താ റബീസ ചെയ്യുക? ആഡിയോ സബ്സ്ട്രാക്ട് ചെയ്യോ? ഡിഫറെന്റ് ആണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലെ? 30 നിന്ന് 20 കുറയ്ക്കുമ്പോ എത്ര കിട്ടും? 10. സൈൻ ഏതാ ഇടുക? വലിയ നമ്പർ ഏതാ ഇതിനകത്ത്? മൈനസ്. അപ്പൊ മൈനസ് 30 ബൈ മൈനസ് 600. ഓക്കെ, അമ്നാമീൻ ചെയ്യുമല്ലേ? 10/600 ചെയ്യുമല്ലേ? തിരിച്ചിടണം. അതെന്തിനാ തിരിച്ചിടണേ? 1/v ആരും നമ്മളോട് ചോദിച്ചിട്ടില്ല അല്ലെ. നമ്മൾ അവിടെ പോയി 1/u ചെയ്ത് വെച്ചിട്ട് പോരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് v ആണ്. ഓക്കെ, ഇമേജ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ v is equal to അടുത്ത് ചെയ്ത് പോക്കോട്ടെ. ഇത് കിട്ടിയവരൊന്ന് കൈവക്കിക്കേ. മുഖത്തിന് നേരെ കൈപിടിച്ച്. ഇത് കിട്ടിയവര് ഓക്കെ, കൈതാത്തിക്കോ. ഇനി കിട്ടാത്തവരൊന്ന് കൈവക്കിക്കേ. കിട്ടാത്തവരാരൊക്കെ കൈവക്കിക്കോ? അബിന് എവിടെയാ തെറ്റിപ്പോയേ? സാർ എന്റെ -3 എടുത്ത് ഞാൻ 30 വരും മാറിപ്പോയിരുന്നു. ഓ പിന്നെ വേറെ ഒരാള്. പിന്നെ അടുത്ത ആളാരാണ്? പറഞ്ഞോ നിങ്ങൾ തെറ്റിയത് പറഞ്ഞോ. തെറ്റിയവരുണ്ടെങ്കിൽ തെറ്റിയത് പറഞ്ഞു. ഇല്ല, വേറെ ആർക്കും തെറ്റില്ല. എല്ലാം എവിടെ ഇട്ടത്? 1/v equal to 1/f minus attach. അത് ശ്രദ്ധിക്കണം. അത് ഞാൻ പറഞ്ഞില്ല, അത് ഇങ്ങനെ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് എന്തെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോ അങ്ങനെ ചെയ്താൽ പിന്നെ തെറ്റൂല കേട്ടോ. ഇപ്പൊ 15 എന്ന് പറഞ്ഞാൽ 20 നിന്ന് 5 കുറയ്ക്കുന്നതാണ് ഇതുപോലെ കിടക്കുന്ന ഒരു സാധനം ഇത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തോ? എനിക്ക് 20 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 20 കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും ആഡ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. തെറ്റൂല. അങ്ങനെ ചെയ്താൽ പിന്നെ തെറ്റൂല. ഓക്കെ, കാരണം 20 കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയാൽ മതി. 15 5 കൂട്ടണം. അപ്പൊ 1/u കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? 1/f 1/u കിട്ടണം. അല്ലാണ്ട് തിരിച്ചിട്ട് ചെയ്യാൻ അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. അല്ലാത്തവർ ഇങ്ങനെ ചെയ്തത് നോക്കിക്കൊള്ളണം കേട്ടോ. അല്ലെങ്കിൽ ഇതിന് മാർക്ക് പോകും. ഇത് തെറ്റി അപ്പടി തെറ്റിപ്പോകും. ഓക്കെ, പിന്നെ വേറെ തെറ്റാർക്കാ വന്നേക്കുന്നത്? ബാക്കിയുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്തോ. വേറെ തെറ്റാർക്കാ? ഇല്ല, 2 പേർക്കാണ് തെറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും 60 കിട്ടി. +60 കിട്ടി. ചെയ്ത് തീരാത്തവർക്ക് അപ്പൊ +6 കിട്ടിയോ? ഗൗരി ഒന്നും ചെയ്ത് തീർന്നില്ലായിരുന്നല്ലോ. +60 കിട്ടിയോ?
സാർ എനിക്ക് സാർ വിളിച്ചപ്പോൾ ചെയ്ത് തീർന്നേ. അതെയാ? ആ ഓക്കെ. എന്നാ ഇനി ബി ക്വസ്റ്റ്യൻ ചെയ്തോ. ബി ക്വസ്റ്റ്യൻ. സാർ പറഞ്ഞോ. ഞാൻ സി ചെയ്തിട്ടാ ബി ചെയ്തത്. സി മിടുക്കൻ കേട്ടോ, മിടുക്കൻ. സി ചെയ്തിട്ട് ബി ചെയ്താൽ നമുക്ക് ആ നേച്ചർ ഫുൾ ആയിട്ട് കിട്ടൂലേ? അല്ല, മാഗ്നിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാലാണല്ലോ നമുക്ക് അതിന്റെ നേച്ചർ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പറയണമെങ്കിൽ പറയുകയൊക്കെ ചെയ്യാം. നമുക്കിപ്പോ ഇതേ ചെയ്യാണ്ട് ഇത്ര പ്രോബ്ലം പോലും ചെയ്യാണ്ട് നമ്മൾ അതിന്റെ പ്രത്യേകത പറഞ്ഞില്ലേ. പക്ഷെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കിട്ടിയിട്ട് പറയുന്നതാണ് നല്ലത്. മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചിട്ട് ഇത് പ്ലസ് ആണ്, അതുകൊണ്ട് വിർച്വൽ ആണ്, 3 ആണ്, എൻലാർജർ ആണ്, അങ്ങനെ പറയുന്നതാണ് നല്ലത് കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. ഇവിടെ നിന്ന് നമുക്ക് വിയുടെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് വിർച്വൽ ഇമേജ് ആണെന്ന് പറയാൻ പറ്റും. അല്ല സോറി, ഇത് റിയൽ ഇമേജ് ആണെന്ന് പറയാൻ പറ്റും, ഇൻവേർട്ടഡ് ആണെന്ന് പറയാൻ പറ്റും. കാരണം വിയുടെ വാല്യൂ പ്ലസ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കുമല്ലോ. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും പറയാം. ഒന്നുമില്ല, ഇവിടെ നിന്ന് 2 പ്രത്യേകത എഴുതി വെച്ചോ. എന്നിട്ട് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കിട്ടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് എഴുതിക്കോ കേട്ടോ. സാർ m equal to v by u ചെയ്യാം. m equal to v by u. v u നമ്മുടെ ഉണ്ടോ? ഇപ്പഴാ v കിട്ടി. കിട്ടി. പിന്നെ ധൈര്യമായിട്ട് m equal to എന്താണ്? v by u which is equal to 60 by u എത്രയാ? -30. -30. അപ്പൊ 1/2 -1/2. നമുക്ക് എല്ലാവരും ഇമേജ് അല്ല കിട്ടിയേ. 2 ആണ്. സോറി 60 by ഞാൻ എന്തേക്കാണ് 60 by 30 -2 ആണ് കേട്ടോ. ഓക്കെ, ഇനി എഴുതി വെക്കാം. ഇനി നേച്ചർ എഴുതി വെക്കാം. മാഗ്നിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേച്ചർ എഴുതാം. എന്തൊക്കെയാണ് നേച്ചർ? ഇല്ല, കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ പക്ഷെ നേച്ചർ ചോദിച്ചിട്ടില്ലേ? നേച്ചർ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നേച്ചറിന് വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചാണ്. മാഗ്നിഫിക്കേഷൻ പറഞ്ഞാൽ നമുക്ക് നേച്ചർ പറയാൻ പറ്റില്ല. 2 ടൈംസ് ആണെന്നൊക്കെ പറയാൻ പറ്റൂല സൈസ്. ഓക്കെ, എൻലാർജ്ഡ് ആണോ ഡിമിനിഷ്ഡ് ആണോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചത്. മറ്റേ നമുക്ക് ഡിസ്റ്റൻസ് പറയാൻ പറ്റും. റൈറ്റ് സൈഡിലാണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. എത്ര ടൈംസ് എൻലാർജ്ഡ് ആണെന്ന് അല്ലെങ്കിൽ എത്ര ടൈംസ് ചെറുതാണെന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ വേണമല്ലോ. അതുകൊണ്ടാണ് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചത്. ചെയ്ത് കഴിഞ്ഞു. പറഞ്ഞോ. അപ്പൊ ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കാൻ മാഗ്നിഫിക്കേഷൻ വേണ്ടേ? അത് വേണം. അത് 3ാമത്തെ ക്വസ്റ്റ്യൻ അത് എഴുതിയാ പോരെ. ഇത് സബ് ആയിട്ട് വരുന്നതാണല്ലോ. ഇവിടെ നമ്മൾ അത് കണ്ടുപിടിച്ച് താഴേക്ക് പോണേയാണല്ലോ. കുഴപ്പമില്ലാതെ കേട്ടോ. ഹൈറ്റ് കണ്ടുപിടിക്കാൻ മാഗ്നിഫിക്കേഷൻ വേണം. അത് ഇവിടുന്ന് കിട്ടൂലോ. അപ്പൊ ഇതിന്റെ നേച്ചർ ഒരാൾ പറഞ്ഞു. ആരാ പറയാ? അയാൻ പറഞ്ഞു. ഇതിന്റെ നേച്ചർ ഒക്കെ പറഞ്ഞു. എന്തൊക്കെയാ ഇതിന്റെ നേച്ചർ? റിയൽ ആണെന്ന് എങ്ങനെയാ മനസ്സിലായേ? അത് നെഗറ്റീവ് അല്ലേ മാഗ്നിഫിക്കേഷൻ? മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് റിയൽ എന്ന് മനസ്സിലായി. പിന്നെ ഇൻവേർട്ടഡ്. റിയൽ ഇമേജസ് ആർ ഓൾവേസ് ഇൻവേർട്ടഡ്. പിന്നെ എൻലാർജ്ഡ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? മാഗ്നിഫിക്കേഷൻ 1നേക്കാളും വലുതായി കഴിഞ്ഞാൽ എൻലാർജ്ഡ് ആണെന്ന് അറിയാം അല്ലെ? അല്ലെ ഇവിടെ അതിന്റെ കൂടെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ. സൈസ് ഓഫ് ഇമേജ് ഈസ് 2 ടൈംസ് കേട്ടോ. 2 ടൈംസ് ദ സൈസ് ഓഫ് ദി ഒബ്ജെക്ട്. ഇതൊക്കെ പെർഫെക്ഷന് വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ ആൻസർ പെർഫെക്റ്റ് ആവാൻ വേണ്ടി. പറഞ്ഞോ. സൈസിന് ഒരു ഹൈറ്റിന് എഴുതിയാലും മതിയോ? സൈസും ഹൈറ്റ് ഒക്കെ സെയിം മീനിങ്. ഏതായാലും കുഴപ്പമില്ല. ഹൈറ്റ് ചെയ്തതിനെ ഹൈറ്റ് ചെയ്തിക്കോ, സൈസ് ചെയ്തതിനെ സൈസ് ചെയ്തിക്കോ. പറഞ്ഞോ. എൻലാർജിന് പകരം മാഗ്നിഫൈഡ് എന്ന് എഴുതാം. പിന്നെ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, മാഗ്നിഫൈഡ് എന്ന് എഴുതാം. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യനിലെ ഹൈറ്റ് കണ്ടുപിടിച്ചോ. ഹൈറ്റ് കണ്ടുപിടിച്ച് ആൻഡ്രൈസ് ചെയ്ത് വെച്ചോ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിച്ചു. ഓക്കെ, അച്ചു കഴിഞ്ഞു അല്ലെ? ഓക്കെ, ഇത്ര ശരിയാവരുന്ന കൈവയ്ക്കേ. ഈ 2 ഒക്കെ കിട്ടിയവർ എത്ര പേരുണ്ട്? ഓക്കെ. ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിച്ചു. ഓക്കെ, ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഒറ്റ ഇക്വേഷൻ ഉള്ളൂ അല്ലെ? ഏതാ ഫാസിലെ ഇക്വേഷൻ? ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. m is equal to h/ho. ഓക്കെ, m അറിയാം അല്ലെ? m -2 ആണ്. പിന്നെ എന്താ? ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് 6 എന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞേ, 6. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തവര് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ. അല്ലാത്തവര് എന്താ ചെയ്യേണ്ടത്? അൽഫിയ ഡിവിഷൻ അല്ലേ?
6/2 which is equal to 3 അല്ലേ? അൽഫിയ സിദ്ദീഖ് പറഞ്ഞോളൂ. പെട്ടെന്ന് പറഞ്ഞു. മൾട്ടിപ്ലൈ ആണോ ഡിവൈഡ് ചെയ്യണോ ചെയ്യേണ്ടത്? 6 2 അയച്ചേ കണ്ടുപിടിക്കാൻ. മൾട്ടിപ്ലൈ ആണ്. അപ്പൊ 6 × -2 ഓക്കെ, -12 സെന്റിമീറ്റർ കിട്ടും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ പിടിച്ചോ. Nature of image formed by two lenses are given below. Nature of image formed by two lenses are given. ഫസ്റ്റ് തന്നിരിക്കുന്നത് വിർച്വൽ ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് എന്ന. വിർച്വൽ ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ് എന്നാണ്. വിർച്വൽ ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ് ഇമേജ്. ബി ക്വസ്റ്റ്യനില് വിർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. വിർച്വൽ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ്. ഏത് ലെൻസാ ഫസ്ന വിർച്വൽ ഇമേജ് ഫോം ചെയ്യുന്നത്? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? സർ രണ്ടും. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് യൂസ്ഡ് ഇൻ ഈച്ച് കേസ്? വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് യൂസ്ഡ് ഇൻ ഈച്ച് കേസ്? വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് used in each case? Okay, ഇത് ഒന്ന് എഴുതാനേ കൊള്ളാവുള്ളൂ, മറ്റു തന്നെ മതി. What type of lens is used in each case? Okay, അടുത്തത്, by using what type of lens? By using what type of lens by using what type of lens will we get an image? Will we get an image having same size as that of the object? Having same size as that of object. Okay, തന്നെത്താൻ ചെയ്തോ. ചെയ്ത് കഴിയുമ്പോൾ ആൻഡ്രൈസ് ചെയ്തോ. സർ പറഞ്ഞു. ഈ ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെയും ഹൈറ്റ് സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും സെയിം ആയിരിക്കും. കഴിഞ്ഞോ? ഹയ പറഞ്ഞാലോ. ഏത് ലെൻസാ കിട്ടിയ ഫസ്റ്റ് കേസില്? കോൺവെക്സ്.
ഫസ്റ്റ് കേസിൽ കോൺവെക്സ് എത്ര പേർ കിട്ടിയെന്ന് കൈവക്കിക്കേ. കോൺവെക്സ് ആണെന്ന് മനസ്സിലായ എത്ര പേരുണ്ട്? ഓക്കെ, കോൺവെക്സ് ആണ് കേട്ടോ. കോൺവെക്സ് മാഗ്നിഫൈ. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ വലുതായ വിർച്വൽ ഇമേജ്, മാഗ്നിഫൈയിങ് ഗ്ലാസ് കോൺവെക്സ്. കോൺകേവ് എന്ന് പറഞ്ഞാൽ ചെറിയ വിർച്വൽ ഇമേജ്, ഡിമിനിഷ്ഡ് വിർച്വൽ ഇമേജ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് കേസിൽ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഫസ്റ്റ് കേസിൽ കിട്ടിയിരിക്കുന്നത് കോൺവെക്സ് ആണ്. ഓക്കെ, മാഗ്നിഫൈഡ് എന്നല്ല പറഞ്ഞത്. സെക്കൻഡ് കേസിൽ കിട്ടിയിരിക്കുന്നത് കോൺകേവ് ആണ്. മനസ്സിലാക്കുക കേട്ടോ, കോൺകേവും കോൺവെക്സും. ഓക്കെ, ഇനി അടുത്തത്, ഒബ്ജക്റ്റിന്റെ അതേ സൈസിലുള്ള ഇമേജ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഏത് ലെൻസ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അറിയാവുന്നവരോ കൈവക്കി? ഓക്കെ, ബിലാൽ ഒന്ന് പറഞ്ഞേ. ബിലാൽ, ഏത് ലെൻസാ യൂസ് ചെയ്യേണ്ട ഒബ്ജക്റ്റിന്റെ അതേ സൈസിലുള്ള ഇമേജ് കിട്ടണമെങ്കിൽ? കോൺവെക്സ് അല്ലേ? ഇച്ചിരി നേരം മുന്നേ ഞാൻ എന്നെ ബിലാലെ പറഞ്ഞ കോൺവെക്സ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫൈയിങ് ഗ്ലാസ് ആണ്, വലുതാക്കി കാണിക്കും എന്ന് പിന്നെയും പറഞ്ഞു. അല്ല സോറി അത് തന്നെ, ശരിയാണല്ലോ, എന്റെയാണ് തെറ്റിപ്പോയല്ലേ. ബിലാൽ സ്കോർ ചെയ്തത്. ഓക്കെ, സോറി. അത് തന്നെ, റിയൽ ഇമേജ് ആണല്ലോ, ഇവിടെ വിർച്വൽ അല്ലല്ലോ ചോദിച്ചത്. ഓക്കെ, കോൺവെക്സ് ലെൻസ് ഫോം ചെയ്യുന്നത് മാഗ്നിഫൈഡ് വിർച്വൽ ഇമേജ് ആണ്, റിയൽ ഇമേജ് ആണ് ഇവിടെ ചോദിച്ചത്. കാരണം ഒരു കാരണവശാലും ഒരേ സൈസിലുള്ള ഇമേജ് നമുക്ക് വിർച്വലിൽ കിട്ടൂല. അത് കോൺകേവ് യൂസ് ചെയ്താലും കോൺവെക്സ് യൂസ് ചെയ്താലും. കാരണം കോൺവെക്സ് യൂസ് ചെയ്താൽ കിട്ടുന്ന മാഗ്നിഫൈഡ് ആയിട്ടുള്ള വിർച്വൽ ഇമേജ് ആയിരിക്കും, കോൺകേവ് യൂസ് ചെയ്താൽ കിട്ടുന്ന ഡിമിനിഷ്ഡ് ആയിട്ടുള്ള വിർച്വൽ ഇമേജ്. അപ്പൊ കിട്ടുന്ന ഇമേജ് റിയൽ ആയിരിക്കും. ഏതാ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത് ബിലാലെ? ഏതാ റിയൽ ഇമേജ് ഫോം ചെയ്യുന്നത്? കോൺകേവ് ആണോ കോൺവെക്സ് ആണോ? കോൺവെക്സ് ആണ് അല്ലെ? കോൺവെക്സിനാണ് റിയൽ ഇമേജ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏതാണ്? കോൺവെക്സ്. അപ്പൊ ഈ കേസും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇത് ഏതാണ് കേസ് എന്ന്. ഞാൻ പിന്നെ അത് എഴുതിയില്ല എന്നുള്ളൂ, വേണേ അത് ബ്രാക്കറ്റിൽ നോട്ട് ചെയ്തേട്ടോ. അത് ഏതാ കേസ് ഇബ്രാഹിം ബാദുഷാ? അത് ഏതാ കേസ്? ഏതാ ഏത് കേസിലാണ് നമുക്ക് സെയിം സൈസിലുള്ള എപ്പോഴും കിട്ടുമോ? എപ്പോഴും ലെൻസിൽ കൂടെ ഒരേ സൈസിലുള്ള കിട്ടല്ല, സ്ക്രീനിൽ ഒരേ സൈസിലുള്ള കിട്ടുമോ? ഇല്ല. എപ്പോഴാ കിട്ടുക? ഒരേ സൈസിലുള്ള ഇമേജ് എപ്പോഴാ ലെൻസിൽ കിട്ടുക? എവിടെ ഒബ്ജക്റ്റ് വെക്കുമ്പോഴാ? ഒരേ സൈസ് അല്ല, ലെൻസ് എന്നല്ല, സ്ക്രീനില് റിയൽ ഇമേജ് അല്ല, ലെഫ്റ്റില് വെച്ചാലേ ഒബ്ജക്റ്റ് കിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ഒരേ ഒബ്ജക്റ്റിന്റെ അതേ സൈസിൽ, അതായത് ക്യാൻഡിലിന്റെ അതേ സൈസിൽ ക്യാൻഡിൽ എപ്പോ വെച്ചപ്പോഴാ ഇബ്രാഹിം ബാദുഷ കണ്ട സ്ക്രീനില്? ഇബ്രാഹിം ബാദുഷ ഇതൊന്നും അറിയില്ല. അറിയാവുന്നവരൊന്ന് കൈവക്കിക്കേ, അപ്പൊ അവർ അങ്ങ് കാണിച്ചു കൊടുത്തേ. നോക്കി ഇബ്രാഹിം ബാദുഷ, ഇത് അറിയാവുന്നവരുടെ തിരക്ക് കണ്ടോ? ന്യൂ ഇയറിന് ഇവിടെ ഇല്ല ഇത്രയും തിരക്ക്. കണ്ടോ എന്തോരം ആൾക്കാരാ പറയുന്നത് കണ്ടോ? ഒരാളെ നമുക്ക് ചോദിക്കാം. ഷുഹൈബ് പറഞ്ഞോ? ഷുഹൈബ് എവിടെയായിരിക്കും? സീല് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കേസല്ലേ, നമ്മൾ അവിടെ നിന്നല്ലേ തുടങ്ങിയേ. അവിടെ വെച്ചിട്ടല്ലേ നിങ്ങൾ അത് കറക്റ്റ് ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടല്ലേ തുടങ്ങിയേ. ഓക്കെ, അറ്റ് സി, ഒബ്ജക്റ്റ് സിയിൽ വെക്കുമ്പോൾ ഒബ്ജക്റ്റ് അറ്റ് സെന്റർ ഓഫ് കർവേച്ചർ സെയിം സൈസ് ആയിരിക്കും. ഇപ്പൊ അബിൻ ചോദിച്ച പോലെ സെയിം ഡിസ്റ്റൻസിലും ആയിരിക്കും. ഓക്കെ, ഒബ്ജക്റ്റ് അറ്റ് സി, കോൺവെക്സ് ലെൻസ് ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞോ? അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്തുള്ള ഒരു ഫിഗർ ആണ്, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാണ്. ഒരു ഫിഗർ അവർ തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലം ആണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ പവറിലേക്ക് കിടക്കും. പവർ, ലെൻസിന്റെ പവർ, പിന്നെ അതിന്റെ ഒരു 1-2 പ്രോബ്ലം. ഏകദേശം ഇന്നോട് കൂട്ടി ഒരു 4 ദിവസം, അതിൽ കൂടുതൽ വരില്ല ഈ ചാപ്റ്റർ കേട്ടോ. അപ്പൊ അടുത്ത ചാപ്റ്ററിന്റെ ആക്ടിവിറ്റി ഞാൻ പറഞ്ഞില്ല, അത് അടുത്ത ആഴ്ച പറഞ്ഞാലും പോരെ? അവർക്കും പറഞ്ഞില്ല, അടുത്ത ആഴ്ച 3 ദിവസം കിട്ടും, എന്തായാലും 2-3 ദിവസം കിട്ടുമായിരിക്കും. പിന്നെ എപ്പോഴെപ്പോഴും പറയാം കേട്ടോ. അതില്ലെങ്കിൽ അത് വിളിച്ച് അറേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതിലൊരു ഫിഗറിൽ അവരിങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ലൈനിന് MN എന്ന് പേര് കൊടുത്തേക്കും. MN. ഓക്കെ, എന്നിട്ട് ഇവിടെ F ഉണ്ട്, ഇവിടെ 2F, ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ F2F. എന്നിട്ട് അവരിവിടെ ഒരു ഒബ്ജക്റ്റ് 2F-ന്റെ F-ന്റെയും മിഡിലായിട്ട് ഇടയ്ക്ക് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. മിഡിലല്ല, ഇടയ്ക്ക് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ലൈറ്റ് റേ കാണിച്ചിട്ടുണ്ട്. ഒരു ലൈറ്റ് റേ പാരലായിട്ട് പോകുന്ന കാണിച്ചിട്ടുണ്ട്.
അത് എഫ് കൂടെ കൺവേർജ് ചെയ്ത് പോകുന്നു കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, identify the type of lens Mn represent. Identify the type of lens Mn represents. Mn represent ചെയ്യുന്ന ലെൻസ് ഏത് ടൈപ്പ് ആണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, what are the characteristics of image? What are the characteristics of image? അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഇമേജ് ചോദിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം. കംപ്ലീറ്റ് ദ റേ ഡയഗ്രാം. റേ ഡയഗ്രാം വരച്ച് കംപ്ലീറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തന്നെ പറഞ്ഞോ. Mn റെപ്രസെന്റ് ചെയ്യുന്ന ലെൻസ് ആണ് പ്ലെയിൻ ലെൻസ് അല്ലെ? പ്ലെയിൻ അല്ലേ, അതുകൊണ്ട് പ്ലെയിൻ ലെൻസ് ആണോ? പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ അതിനെ പിന്നെ ലെൻസ് എന്ന് വിളിക്കൂല കേട്ടോ, അങ്ങനെ ഒന്നും എഴുതി വെച്ചേക്കരുത് കേട്ടോ. ഇതവർ Mn എന്ന് പറയുന്ന ഒരു ലൈൻ ഒരു ലെൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതിന്റെ ഷേപ്പ് അല്ല, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ആ റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്തോ. ഒരു റേയും കൂടെ വരച്ചാൽ മതി അതിനകത്തേക്ക് കേട്ടോ. അതിനകത്തേക്ക് ഒരു റേ, നിങ്ങളുടെ റൂൾ അറിയാലോ നിങ്ങൾക്ക്, അത് ഏതെങ്കിലും റൂളിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടി എടുത്തിട്ട് എന്ത് ചെയ്യുക, ഒരു റേ കൂടെ വെച്ചിട്ട് ഇമേജ് ഫോം ചെയ്തേക്കുന്ന കാണിച്ചാൽ മതി അതിന്റെ കൂടെ. അപ്പൊ മൂന്നും ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ഹാൻഡ് റൈസ് ചെയ്തോ, മൂന്നും ചെയ്ത് കഴിഞ്ഞിട്ട്. അത് ഏതാണ് ലെൻസ്, അതിപ്പോഴേ ചോദിച്ചു നോക്കാലോ. ആരോടെ ചോദിക്കുക? ഇർഫാൻ ഷംസുദ്ദീൻ, ഏത് ലെൻസ് അത്? കോൺവെക്സ് ലെൻസ്. അങ്ങനെ ഇർഫാന് മനസ്സിലായ കോൺവെക്സ് ആണ്? അല്ലെങ്കിൽ അത് ഡൈവേർജ്. മിടുക്കൻ, അല്ലെങ്കിൽ അത് ഡൈവേർജ് ചെയ്ത് പോയേനെ അല്ലെ. ഓക്കെ, ഇത് കൺവേർജ് ചെയ്തുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇത് എന്താണെന്ന്, ഇതൊരു കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, ഇനി ആ ഇമേജിന്റെ പ്രത്യേകത ആർക്കൊക്കെ അറിയാം? ഒന്ന് കൈവെക്കിക്കേ. 2Fന്റെ എഫിന്റെ ഇടയ്ക്ക് ഒബ്ജക്റ്റ് ഇരിക്കുവാണ് ഇമേജിന്റെ പ്രത്യേകത. ഓക്കെ, പറഞ്ഞോ. സിയുടെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. സിയുടെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് ചിന്തിക്കുക, സിയുടെ പുറകിലേക്കാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചിന്തിക്കുക, എഫിന്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് ഓർക്കുക കേട്ടോ. ഇത് മൂന്നും അറിഞ്ഞിരിക്കുക. ശ്രേയ പറഞ്ഞോ, സിയുടെ ഫ്രണ്ടിലേക്കാണെങ്കിൽ ഒബ്ജക്റ്റ് വെച്ച ഇമേജ് വലുതായിരിക്കും ചെറുതായിരിക്കോ? സിയുടെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വലുതായിരിക്കും. സിയുടെ ഫ്രണ്ടിലേക്ക് ഒബ്ജക്റ്റ് പോയി കഴിഞ്ഞാൽ വലുതായിരിക്കും, സിയുടെ ബാക്കിലാണെങ്കിൽ ചെറുതായിരിക്കും. ഇനി എഫിന്റെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇമേജേ പോവും അല്ലെ, റിയൽ ഇമേജ് നഷ്ടപ്പെടും. പിന്നെ ഉണ്ടാവുന്ന ഇമേജ് ആയിരിക്കും ഏത്? വെർച്വൽ ഇമേജ്. അപ്പൊ ഈ കഥ അറിഞ്ഞിരിക്കുക കേട്ടോ. സിയുടെ പുറകിലാണെങ്കിൽ ഈ കോൺകേവിന്റെ സിയുടെ പുറകിലാണെങ്കിൽ ഇമേജ് ചെറുതായിരിക്കും, സിയുടെ ഫ്രണ്ടിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ ഇമേജ് വലുതാവും. എഫിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എഫ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഇമേജ് ഇല്ലാണ്ടാവും. പിന്നെ ഫോം ചെയ്യുന്ന ഇമേജ് ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ് ഇല്ലാണ്ടാവും. പിന്നെ ഫോം ചെയ്യുന്ന വിർച്വൽ ഇമേജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ആരാ പറയാ? ഒരാൾ കൈബുക്ക്. എലിസബത്ത് പറഞ്ഞോ. ബിയോണ്ട് 2F അല്ലെ, നമ്മളൊന്ന് ക്ലാരിറ്റി വരുത്തി പറയുകയാണ് ബിയോണ്ട് 2F1 എന്ന് പറയാം അല്ല. ഇമേജിന്റെ പ്രത്യേകതയല്ല ചോദിച്ചാ. ഇമേജ് ഫോംഡ് ബിയോണ്ട് 2F1. എന്തൊക്കെയാ പ്രത്യേകത? റിയൽ മാഗ്നിഫൈഡ്. റിയൽ ഇൻവേർട്ടഡ് ആൻഡ് മാഗ്നിഫൈഡ്. റിയൽ ഇൻവേർട്ടഡ് മാഗ്നിഫൈഡ്. എന്നിട്ട് ഈ റേ ഡയഗ്രാം ഒന്ന് കംപ്ലീറ്റ് ചെയ്താ. റേ ഡയഗ്രാം ആ ഒപ്റ്റിക് സെന്ററിൽ കൂടെ വരച്ചോ, മീറ്റ് ചെയ്തോളൂ. ഓക്കെ സർ, ഈ എൻലാർജ്ഡ് മാഗ്നിഫൈഡ് സെയിം ആണോ? അതെ, സെയിം മീനിങ്. വലുതാകുക കേട്ടോ. എൻലാർജും രണ്ട് സെയിം മീനിങ്. സാർ പറഞ്ഞോ. സാർ ഫോക്കസ് കൂടെ റേ വന്നിട്ട് പാരലൽ അത് ഏത് ഫോക്കസ് കൂടെ വരയ്ക്കണ്ടേ? ഏതാണ് റൂളില്ലേ? ഈ ഫോക്കസിൽ കൂടെ കോൺകേവിൽ ഇത് F1, കോൺവെക്സ് ആവുമ്പോ F2ലേക്കാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. കോൺവെക്സിൽ നമ്മൾ പറയുന്ന ഫോക്കസിലൂടെ എന്നല്ലേ, അങ്ങനെ വരുമ്പോൾ ഇതിലൂടെ ആയിരിക്കും. ഓക്കെ, പക്ഷെ കോൺകേവിൽ നമ്മൾ പറയുന്ന ഫോക്കസിലേക്കെന്നല്ലേ. അപ്പൊ ഇത് വരൂല്ലോ എന്തായാലും. ഫോക്കസിലേക്ക് വരുന്ന റേ തിരിഞ്ഞല്ല പോകുന്നത്. അപ്പൊ ഏതായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇത്. ഓക്കെ, അത് കൺഫ്യൂഷൻ ആണെങ്കിൽ അത് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, പറഞ്ഞോ.
സാർ അപ്പം ബിയോണ്ട് 2F2 അല്ലേ ഇമേജ് ഫോം ചെയ്യണേ? അതെ അതെ, ബിയോണ്ട് 2F2 ആണ് ഇമേജ്. സാർ എഴുതിയേക്കണേ F1 അല്ലേ? ഓ സോറി 2F1 ആണല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഒന്നല്ലേ എന്ത് ചെയ്യാം, ഫോക്കസിലൂടെ ലെറ്റർ വരച്ചിട്ട് ഇവിടെ മീറ്റ് ചെയ്തിട്ട് പാരലായിട്ട് പോയിട്ട് ഇവിടെ ഇമേജ് കാണിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒപ്റ്റിക് സെന്ററിലൂടെ ഒരു റേ വരയ്ക്കാം കേട്ടോ. ഒപ്റ്റിക് സെന്ററിലൂടെ ഒരു റേ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, അത് മീറ്റ് ചെയ്യുന്നത് 2F2യുടെ പുറകിലായിരിക്കും. 2F2യുടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ 2F F എന്നൊക്കെയാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. മറ്റേ ഈ 2Fന്റെ പുറത്ത് അപ്പുറം ഇപ്പുറം 2F ഉണ്ടല്ലോ, അതുകൊണ്ട് തിരിച്ചറിയാം. ഇപ്പൊ CBSE ഉണ്ട് ഇങ്ങനെ 2F1 F2 എന്ന്, നിങ്ങൾക്ക് അത് കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്ത് പഠിച്ചു, അതായിരിക്കും നല്ലത്. 2F1 2F2. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർ നിന്നോളൂ, ബാക്കിയുള്ളവർ ലെഫ്റ്റ് ആയിക്കോളൂ. ഹാവ് എ നൈസ് ഡേ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. സാർ പറഞ്ഞു. ഈ ക്വസ്റ്റ്യനിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ ലെൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ലെഫ്റ്റ് സൈഡ് ആയിരിക്കും എടുക്കുക. ഇൻ ഫ്രണ്ട് ഓഫ് ലെൻസ് അവർ ഉദ്ദേശിക്കുന്ന എപ്പോഴും ലെഫ്റ്റ് സൈഡ് ആയിരിക്കും. ശരിക്കും അതിനകത്ത് ഒരു പ്രശ്നം, ഇൻ ഫ്രണ്ട് ഓഫ് ലെൻസ് ശരിക്കും അങ്ങനെ പറയുമ്പോൾ, പക്ഷെ ടെക്സ്റ്റിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഇൻ ഫ്രണ്ട് ഓഫ് ലെൻസ് എന്ന്. അതായത് ഒബ്ജക്റ്റ് ഇരിക്കുന്ന അതേ സൈഡിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ഒബ്ജക്റ്റ് വെക്കുക, അപ്പോൾ ഇൻ ഫ്രണ്ട് ഇതായിരിക്കും ഉദ്ദേശിക്കുന്നത്. സാർ പറഞ്ഞോ. ഇതിന് മുമ്പ് ചെയ്ത ഒരു ക്വസ്റ്റ്യനില് -1.5 ആൻസർ ഇട്ടില്ലായിരുന്നു. നോക്കട്ടെ, -1.5 ആൻസർ കിട്ടിയായിരുന്നു. -1.5. അതില് -3/2 ഇങ്ങനെ -1.5 ആണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ എടുക്കട്ടെ. 3/2 1.5 ആയതോ? 3/2 എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ? 3ന്റെ പകുതി എത്രയാ? 1.5. -3/2 എഴുതിയാലും കുഴപ്പമുണ്ടോ? ഹൈറ്റ് അല്ലേ? ഹൈറ്റ് നമ്മൾ അതൊക്കെ മാഗ്നിഫിക്കേഷൻ ഒക്കെ ആണെങ്കിൽ 1/2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ ഹൈറ്റ് ആവുമ്പോൾ നമ്മൾ അത് എടുത്ത് എഴുതുന്ന നല്ലത് കേട്ടോ. ഹൈറ്റ് ഇപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്ത് എഴുതുന്ന കറക്റ്റ്, ഫ്രാക്ഷനിലാക്കാണ്ട് കേട്ടോ. ഹൈറ്റ് ചോദിക്കില്ല, എത്ര സെന്റിമീറ്റർ ഉണ്ടെന്നല്ല ചോദിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പറയാം. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഒക്കെ ആണെങ്കിൽ 1/2 എന്നൊക്കെ എഴുതി നിർത്താം, കുഴപ്പമില്ല. അത് റേഷ്യോ അല്ലേ, അത് നോക്കാം.